ഓ മുസ്ലിമീങ്ങളെ, മൗദൂദിസം എന്നത് എങ്ങനെ പല്ലിളിച്ച് നമ്മുടെ മുന്നിലേക്ക് വന്നാലും അത് ഈമാനികമായി അപകടകാരികളാണ്, അത് സാമൂഹികമായി അപകടകാരികളാണ്. ഈ ഉമ്മത്തിന്റെ മനതലങ്ങളിലെ പ്രവാചക സ്നേഹത്തിന്റെ അവസാന കിരണങ്ങളെയും തച്ചുടക്കുന്ന മുസ്ലിം വിരുദ്ധരാണ് മൗദൂദികള്. ഇന്ത്യ രാജ്യത്തിന്റെ മതേതര സൗകുമാര്യതയുടെ അവസാനത്തെ ആണിക്കല്ലും പറിച്ചെടുത്ത് പിഴുതെടുത്ത് ആശ്വാസം കൊള്ളുന്ന അപകടകാരികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. നാളിതുവരെയായി ജമാഅത്തെ ഇസ്ലാമിയോട് മുസ്ലിം സമുദായം സ്വീകരിച്ച സമീപനം അത് തന്നെയാണ്. പലർക്കും ജമാഅത്തെ ഇസ്ലാമിയെ നമ്മളിപ്പോ വിമർശിക്കുമ്പോൾ ചില ആശങ്കകളാണ്. എന്തിനാ നിങ്ങളിപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നതെന്നാണ്. പണ്ടെന്തിനാ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞത്? അതിനു തന്നെ. ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ചിലർ പറയാണ്, ഓല് ചെറിയ സാധനല്ലേ, എന്തിനാ നിങ്ങൾ വിമർശിക്കുന്നത്? അത് വലുതാകാതിരിക്കാനാ വിമർശിക്കുന്നത്. കൊറോണ വന്നപ്പോ നമ്മൾ എന്തിനാ മാസ്ക് ധരിച്ചത്? ആ കൊറോണ നമ്മിലേക്ക് വരാതിരിക്കാനാണ്. സഹോദരന്മാരെ, അപായങ്ങളും അപകടങ്ങളും ഉള്ളിടത്ത് നമ്മൾ എന്തിനാ ബോർഡ് വെക്കുന്നത്? അവിടേക്ക് മനുഷ്യൻ അടുക്കാതിരിക്കാനാണ്. മുമ്പ് കാലങ്ങളിൽ ഇത്രത്തോളം മീഡിയ വണ്ണോ മാധ്യമോ ഒന്നും മൗദൂദികൾക്ക് ഇല്ലാത്ത കാലത്ത് മൗദൂദികളെ എന്തിനാണ് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ എതിർത്തത്? മഹാനായ എം.എ. ഉസ്താദിന്റെ വിശാലമായ ലേഖനങ്ങൾ, പുസ്തകങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പുരോഹിതന്മാർക്കെതിരെ നമ്മുടെ ആലിമീങ്ങൾ മറുപടി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, മറുപടി പ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആലിമീങ്ങൾ മൗദൂദികളുമായി വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും നടത്തിയിട്ടുണ്ട്. അന്ന് മൗദൂദികൾക്ക് മീഡിയ വണ്ണില്ല, അന്ന് മൗദൂദികൾക്ക് മാധ്യമങ്ങളില്ല, അന്ന് മൗദൂദികൾക്ക് ഇത്രയും ജനസംഖ്യയില്ല. എന്നിട്ടും അന്ന് നമ്മുടെ ആലിമീങ്ങൾ മൗദൂദിസത്തെ എതിർത്തിട്ടുണ്ടെങ്കിൽ ഇന്നും മൗദൂദികളെ നമുക്ക് എതിർത്തേ പറ്റൂ. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയും അംഗീകാരവും കിട്ടുന്ന ഏതൊക്കെ സാഹചര്യങ്ങൾ എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴെല്ലാം ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ ആശയപരമായി കൈകാര്യം ചെയ്തേ പറ്റൂ. കാരണം അത് ഈ ഉമ്മത്തിന്റെ ബാധ്യതയാണ്, അത് ഈ രാജ്യത്തെ പൗരന്മാരുടെ ബാധ്യതയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഇവിടെ അവതരിപ്പിക്കുന്ന ഇസ്ലാം അള്ളാഹുവിന്റെ ശരിയായ മതമല്ല. അത് അബുൽ അല മൗദൂദി തന്റെ രാഷ്ട്രീയ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി മനനം ചെയ്തെടുത്ത പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ആ ഇസ്ലാം തന്നെയാണ് പശ്ചിമേഷ്യയിൽ അരാജകത്വം ഉണ്ടാക്കിയ IS. ആ ഇസ്ലാം തന്നെയാണ് അഫ്ഗാനിന്റെ തെരുവുകളെ അസ്വസ്ഥപ്പെടുത്തുന്ന തീവ്രവാദികളും ഭീകരവാദികളും. സമാനമായ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതാണ് ഈജിപ്തിലെ ബദർഹുഡ് ഇവിടെ അവതരിപ്പിച്ചത്. ആ ബദർഹുഡിന്റെ നേതാക്കളെ ഒരു കരിപ്പൂർ എയർപോർട്ടിലേക്ക് വഖഫ് സംരക്ഷണത്തിന് വേണ്ടി റാലി നടത്തിയപ്പോൾ പോലും ആ ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോക മുസ്ലിമീങ്ങൾ അവജ്ഞതയോടെ വലിച്ചെറിഞ്ഞ മുസ്ലിം നാമധാരികളെ നമ്മുടെ മലപ്പുറത്ത് പ്ലാക്കാർഡുകളിലൂടെ ഉയർത്തിക്കാണിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായത് എന്തുകൊണ്ടാണ്? അടിസ്ഥാനപരമായി അവരുടെ മനസ്സുകളിൽ സൂക്ഷിച്ച മതേതരത്വ വിരുദ്ധമായ അസഹിഷ്ണുതാപരമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളന പ്രഖ്യാപനം കോട്ടക്കൽ നടന്നപ്പോ ആ സമ്മേളനത്തോടനുബന്ധമായി പണ്ഡിത സഭ യോഗം കൂടിയിട്ട് പാസാക്കിയ 2 പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണുള്ളത്. ആ 2 പ്രധാനപ്പെട്ട പ്രമേയങ്ങളിൽ ഒന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ ഈ സമൂഹം അകറ്റി നിർത്തണമെന്നാണ്. രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ അത്തരം കക്ഷിത്വങ്ങളുമായി ഒരു രാഷ്ട്രീയ പാർട്ടികളും ചങ്ങാത്തങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ്. നമ്മുടെ നേതൃത്വം, പണ്ഡിത സമൂഹം ആ മുഷാവറ കൂടിയെടുത്ത് പാസാക്കിയ പ്രമേയം ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് കോട്ടക്കലിലെ സമ്മേളനത്തിൽ വെച്ച് വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ ആത്മീയ ചൈതന്യത്തെയും പാരമ്പര്യ വൈജ്ഞാനിക അടിത്തറയെയും തമസ്കരിച്ച് മതത്തെ കേവലം ഭൗതികമായ ഒരു അധികാര രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി പുനർനിർവചിക്കുന്ന മതവ്യാഖ്യാനങ്ങൾ മുസ്ലിം ഉമ്മത്തിന് അന്യവും അപകടകരവുമാണ്. ഇന്ത്യയുടെ മതേതര ജനാധിപത്യ പശ്ചാത്തലത്തിനും ബഹുസ്വരതക്കും നിരക്കാത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ വിശ്വാസികളെ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും സങ്കുചിതമായ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കാനുമാണ് എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. എത്ര കൃത്യമായ വീക്ഷണങ്ങളാണത്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ സഹോദരങ്ങളെ? ആ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർത്തിയെടുത്ത ഒരു സംഘടനയായിരുന്നു സിമി. ആ സിമിയെ അവസാനം ജമാഅത്തെ ഇസ്ലാമിക്ക് തള്ളിപ്പറയേണ്ടി വന്നു. ഏത് പൊളിറ്റിക്കൽ
ഇസ്ലാമിസ്റ്റുകൾക്കും ഉണ്ടാകുന്ന ദുരന്തം അതാണത്. കാരണം അവസാനം ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ അമ്പലത്തിനേക്കാൾ വലിയ പ്രതിഷ്ഠകൾ രൂപപ്പെടും, പള്ളിയേക്കാൾ വലിയ മിഹ്റാബുകൾ പ്രത്യക്ഷപ്പെടും. അവസാനം ആ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ അണികളെ തള്ളിപ്പറയേണ്ടി വരും. അങ്ങനെ തള്ളിപ്പറയേണ്ടി വന്ന ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ വിദ്യാർത്ഥി സംഘടനയാണ് സിമി. ആ സിമി ഇന്ത്യയിൽ ഒരു കാലത്ത് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്താണ്? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു മതേതര സമൂഹത്തിന്റെ മനതലങ്ങളിൽ സംശയങ്ങൾ സൃഷ്ടിക്കാനുള്ള അപകടകരമായ ഒരു പ്രമേയം ഈ രാജ്യത്തിന്റെ ചുമരുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കുഞ്ഞാടുകൾ എഴുതി വെച്ചപ്പോൾ അപ്പുറത്തെ ഹിന്ദുത്വവാദികൾക്ക് അത് ആവേശം കൊടുക്കുകയാണ്. പരസ്പരം തീവ്രവാദികൾ എപ്പോഴും പരസ്പര പൂരകങ്ങളായിട്ടാണ് വർത്തിക്കുക. ഒരു തീവ്രവാദ പ്രസ്ഥാനം മറ്റേ തീവ്രവാദ പ്രസ്ഥാനത്തെ സഹായിക്കുകയാണ് ചെയ്യുക. സിമി രാജ്യത്തിന്റെ ചുമരുകളിൽ അങ്ങനെ ഒരു മുദ്രാവാക്യവുമായി വന്നപ്പോ അപ്പുറത്തെ ഹിന്ദുത്വ ശക്തികൾ പകരം എഴുതി വെച്ച മുദ്രാവാക്യം എന്താണ്? ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. അന്ന് ഇന്ത്യയെ ഇസ്ലാം പറഞ്ഞു മോചിപ്പിക്കാൻ വന്ന സിമിക്കാരിന്ന് എവിടെയാണ്? ആ സിമിയെ ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും തള്ളിപ്പറയേണ്ടി വന്നു. തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അണികളുടെ ഇടപാടുകൾക്ക് അവസാനം നേതാക്കൾ കൈയൊഴിയേണ്ടി വന്ന് സ്വയം സുരക്ഷ തേടുന്നത് ഏത് തീവ്രവാദ ആശയത്തിന്റെയും സാഹചര്യങ്ങളാണ്. ഇനി നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ആ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ എന്താണ്? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന മൗദൂദി പുരോഹിതൻ പച്ചക്ക് ഈ നാട്ടിൽ പ്രസംഗിച്ചില്ലേ? സോണിയാഗാന്ധിയെ പോലെ, അതുപോലെ AK ആന്റണിയെ പോലെ അമുസ്ലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം അംഗമായി ചേർന്നാൽ നിരീശ്വരവാദ പ്രസ്ഥാനത്തിലല്ല, CPM കമ്മ്യൂണിസ്റ്റ് ആണ്, അത് CPM ചേർന്ന ഇസ്ലാമിന്റെ പുറത്തു പോകുന്ന നമ്മൾ സാധാ കേൾക്കുന്ന കലാപരിപാടിയാണ് ഇത്. അത് മാത്രമല്ല പറയുന്നത്, സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു മുസ്ലിം അംഗത്വം എടുത്ത് പ്രവർത്തിച്ചാൽ നേതാവ് സോണിയാഗാന്ധി ആയതുകൊണ്ട് അമുസ്ലിം നേതൃത്വത്തെ ജനാധിപത്യ ഇന്ത്യയിലെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ പോലും സ്വീകരിച്ചുകൂടാ എന്ന് പറയുന്ന കക്ഷിത്വമാണ് മതേതര സമൂഹത്തിൽ നിന്ന് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തും വിധമുള്ള വിഷലിപ്തമായ ആശയധാരയാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചത്. മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ച് വോട്ടുകൾ ഏകീകരിക്കാൻ ശ്രമിക്കുന്ന പ്രവണത ജനാധിപത്യത്തിന്റെ അന്തസത്ത ചോർത്തിക്കളയുന്നതും മതാത്മക വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്. മതേതര ചേരിയിലെ പ്രസ്ഥാനങ്ങൾ കേവലമായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും അധികാര ലാഭങ്ങൾക്കും വേണ്ടി വിനാശകരമായ ആശയ പശ്ചാത്തലമുള്ള ഇത്തരം സംഘടനകളുമായി അവിശുദ്ധ സഖ്യങ്ങളിൽ ഏർപ്പെടുന്നതും അവർക്ക് രാഷ്ട്രീയ ഇടങ്ങളിൽ മാന്യത നൽകുന്നതും രാജ്യത്തിന്റെ ബഹുസ്വരതയെ പ്രതിസന്ധിയിലാക്കും. അതിനാൽ ആദർശ വൈകല്യമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് താവളമൊരുക്കുന്ന അവസരവാദപരമായ നിലപാടുകളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ സംഘങ്ങളും പിന്മാറണം. മതേതരത്വത്തിന്റെ സുരക്ഷാ കവചം തകർക്കുന്ന ഇത്തരം രാഷ്ട്രീയ അപജയങ്ങളെയും സഖ്യങ്ങളെയും വിശ്വാസികൾ പൂർണ്ണമായും തിരസ്കരിക്കുകയും ജനാധിപത്യപരമായ ജാഗ്രത ഉയർത്തിപ്പിടിക്കുകയും വേണം. ജമാഅത്തെ ഇസ്ലാമി അന്ന് എന്താണോ ആ സാധനം ഇന്നും അത് തന്നെയാണ്. സഹോദരന്മാരെ, ജമാഅത്തെ ഇസ്ലാമി അതിന്റെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം യുക്തിസഹമായി ഒരാൾക്ക് വിലയിരുത്താൻ പറ്റുന്ന സംഗതിയല്ല. പുതിയെണ്ണില്ലാതെ നിക്കാഹ് നടന്നു എന്ന് പറയുന്നത് പോലെയുള്ള വിരോധാഭാസമാണ് മതരാഷ്ട്രവാദമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടിയില്ലാത്ത പെറ്റുകിടക്കുന്ന പരിപാടിയല്ല ജമാഅത്തെ ഇസ്ലാമി. ഇന്നും ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്, ചോദിക്കൂ നിങ്ങൾ വെൽഫെയർ പാർട്ടിക്കാരോട്, ആ വെൽഫെയർ പാർട്ടിക്കാർ ഇവിടെ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ക്ഷേമരാഷ്ട്രം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് പഴയകാലത്ത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ഹുക്കൂമത്തെ ഇലാഹിയാണ്. ഇന്ന് വെൽഫെയർ പാർട്ടി പറയുന്ന ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നത് അന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ഇഖാമത്തുദ്ദീനും ഹുക്കൂമത്തെ ഇലാഹിയുമാണ്. ദൈവരാജ്യമില്ലെങ്കിൽ ഈമാൻ പൂർണ്ണമായി ഇല്ല എന്നും മുസ്ലിമായി മരിക്കാൻ കഴിയില്ല എന്നുമുള്ള അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വങ്കത്വമാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. പരലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ ലോകത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് വന്നിട്ട് അതിൽ വളരെ പരിമിതമായ പ്രവാചകന്മാർ മാത്രമാണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച് മരണപ്പെട്ടത്. ബഹുഭൂരിപക്ഷം പ്രവാചകന്മാരും ഇസ്ലാമിക രാജ്യത്തല്ല മരണപ്പെട്ടത്. അവരുടെ ഈമാനിന് എന്ത് കുറവാണുള്ളത്? ഹിന്ദുത്വ ശക്തികൾ എങ്ങനെയാണോ ഹൈന്ദവ ആശയ ദർശനങ്ങളെ അധികാര ലബ്ധിക്ക് വേണ്ടി വർഗീയമായി ധ്രുവീകരണം നടത്തിയത്, ആ ഹിന്ദുത്വയുടെ ഇസ്ലാമിക വേർഷനായി രംഗപ്രവേശനം ചെയ്ത കക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് തന്നെ ആ ജമാഅത്തെ ഇസ്ലാമി ഈ ഉമ്മത്തിനെ ഈമാനികമായി അപകടപ്പെടുത്തും എന്നതുപോലെ ഇന്ത്യക്കാരെ സാമൂഹികമായും രാഷ്ട്രീയപരമായും അപകടപ്പെടുത്തുന്ന അപജയങ്ങളാണ്